जो तू नहीं तो ऐसा मैं चेहरा कि जिसकी खूबसूरत माद बनी हो ऐसा मैं दरिया जो बहना ना चाहे. Hello everyone, today is my birthday. അപ്പോൾ ഇന്ന് എൻ്റെ 15ാമത്തെ ബർത്ത്ഡേ ആണ്. ഇന്ന് ഏപ്രിൽ 24. അപ്പോൾ അതാ രാവിലെ തന്നെ എണീച്ചിട്ടുണ്ട്. നമുക്ക് ട്യൂഷനും മദ്രസൊക്കെ ഉണ്ട്. അപ്പോൾ അതാ മദ്രസക്ക് പോകാൻ വേണ്ടി റെഡി ആവും. അപ്പോൾ ഞാൻ ഇതാ ഇന്നലെ ബാഗൊക്കെ സാധനങ്ങളൊന്നും എടുത്ത് വെച്ചിട്ടില്ല സ്കൂളിൽ കൊണ്ടുപോകണ്ടേ. അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ്. ബുക്ക് ഇപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ടെക്സ്റ്റ് ബുക്കും ഒരു ദിവസം 3 വിഷയമാണ് ഉണ്ടാവുക. ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും കൂടിയൊക്കെ ആകുമ്പോഴത്തേന് പൊതുവെ 9ാം ക്ലാസ്സിൽ ഞാൻ സാധാരണ സ്കൂൾ കൊണ്ടുപോകണം അത്ര ബുക്ക് കൊണ്ടുപോകാറുണ്ട്. അപ്പം സാധനങ്ങളൊക്കെ ഞാൻ പാക്ക് ചെയ്യാൻ ഞാൻ ഒന്നാകെ മേശമിൽ വലിച്ചിട്ടിട്ടാണ്. പിന്നെ ഇടാനുള്ള ഡ്രസ്സ് അങ്ങനത്തെ ഓരോന്നൊക്കെ. അപ്പോൾ വേഗമൊക്കെ റെഡിയാക്കി ജസ്റ്റ് ഒന്ന് കുളിച്ചിട്ട് മദ്രസ പോവാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ എൻ്റെ പേര് ഫാത്തിമ ദിയ. ഞാൻ ഇനി 10ക്കാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ ലൈഫ് സ്റ്റൈൽ വ്ലോഗ് അതേപോലെ ഒരു ഡെയിലി വ്ലോഗ് അങ്ങനത്തെ പിന്നെ സ്കൂൾ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് കൂടുതലായിട്ട് വരാറ്. ഒരു ടീനേജേഴ്സിനൊക്കെ പറ്റിയ ഒരു അടിപൊളി ചാനലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇതേപോലത്തെ വീഡിയോസൊക്കെ ആയിരിക്കും നമ്മുടെ ചാനലിൽ ഉണ്ടാവുക. അധികമായിട്ടും സ്കൂൾ റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ഉണ്ടാവുക. ഈ ഒരു ചുരിദാറാണ് ഞാനിന്ന് ഇടാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വെറുതെ ഷോളൊക്കെ ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. നല്ല അടിപൊളിയാണ്. ഇതിൻ്റെ ഉമ്മൻ്റെതാട്ടോ. ഇന്ത്യയിൽ ഇങ്ങനത്തെ ഒരു പാർട്ടി വെയർ ഐറ്റംസും ഇല്ല, ആകെ ഒന്നേ ഉള്ളൂ. അപ്പോൾ ഉമ്മൻ്റേതാണ് ഞാൻ അധികം ഇങ്ങനെ എടുത്താണ് ഫോട്ടോ ഒക്കെ എടുക്കൽ. നമ്മളെ പോസ്റ്റിലൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ എൻ്റെ ഉമ്മൻ്റെ ഡ്രസ്സാണ്. അപ്പോൾ ഇത് ഉമ്മൻ്റെ തന്നെയാണ്. അപ്പോൾ അതൊക്കെ ഇട്ട് വെച്ചിങ്ങനെ നോക്കുകയാണ്. അങ്ങനെ പിന്നെ ഞാൻ കുളിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം മദ്രസക്ക് പോവാം. അപ്പോൾ അത് ആ പർദ്ദയൊക്കെ മാറ്റി ഷോളൊക്കെ ഒന്ന് ചുറ്റിയിടാണ്, ഹിജാബൊക്കെ ഇടുകയാണ്. പിന്നെ എല്ലാവരും എൻ്റെ ഡെസ്ക് മേക്ക് ഓവർ വീഡിയോ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസും കൂടി വാങ്ങാണ്ട് എന്നിട്ട് വേണം ഇങ്ങനെ ഓരോ ഐറ്റംസ് ഉണ്ടാക്കാൻ. അതുകൊണ്ടാണ് കുറച്ച് നേരം വെക്കുന്നത്. അപ്പോൾ എങ്ങനെയായാലും ഈ ഒരു മെയ് മാസത്തിൽ മൊത്തം അത് തന്നെ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കുറച്ച് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ ഇനി വരുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ മദർസ്ക്ക് വേണ്ടി റെഡി ആയിട്ടുണ്ട്. ബ്ലാക്ക് ഷോളാണ് ഇനി ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏതായാലും മദർസ് പോകാം. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഷോർട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടി ആകുമ്പോൾ ഫോൺ കുറച്ച് ഇതെടുക്കും, പിന്നെ അത് തിരിച്ചെടുത്ത് അടുത്ത് എടുക്കും. അപ്പോൾ അതിനോണ്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാ ഇനി ഏതായാലും ഞാൻ മദർസ് പോയിട്ട് ഇപ്പോൾ വരാം ഗൈസ്, ഇപ്പോൾ വരാം. അപ്പോൾ ഗൈസ് ഞാൻ മദർസൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ ബർത്ത്ഡേ വിഷസ് വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ റിപ്ലൈ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറേ ആൾക്കാർ യൂട്യൂബിലൊക്കെ ബർത്ത്ഡേ വിഷസൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് റിപ്ലൈ കൊടുക്കും. എനിക്ക് കൂടുതൽ നേരമൊന്നുമില്ല. എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവും, രാവിലെ മദ്രസയും ട്യൂഷനൊക്കെ ഉള്ളവർക്ക് മനസ്സിലാവും എത്രത്തോളം നേരം ഉണ്ടാവും എനിക്കിപ്പോൾ യൂട്യൂബിലും അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലായിട്ടും വാട്സപ്പിലും ഒക്കെ കുറേ ബർത്ത്ഡേ വിഷസ് വരുന്നുണ്ട്. പക്ഷേ എനിക്ക് റിപ്ലൈ കൊടുക്കാനുള്ള നേരമില്ല. പക്ഷെ എന്നാലും ഞാൻ മാക്സിമം കൊടുക്കുന്നുണ്ട്. എന്താ വെച്ചാൽ എനിക്ക് വല്ല ജാഴയായിരിക്കും, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പിന്നെ അതൊക്കെ വേഗം ചെയ്തതാണ്. എനിക്ക് കൂടുതൽ നേരമൊന്നുമില്ല, ഉള്ളിൽ കണ്ടൊക്കെ നന്നാക്കാനുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് വീഡിയോ കൊടുക്കാനുള്ള വലിയൊരു ടൈമില്ല. അത് നിങ്ങൾക്കൊക്കെ മനസ്സിലാവുമായിരിക്കും ആ രാവിലത്തെ ഒരു സമയം. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ക്ലീനിങ് വീഡിയോസൊന്നും അങ്ങനെ എടുത്തിട്ടില്ല. അപ്പോൾ അത് അങ്ങനെ നമ്മൾ റെഡി ആയിട്ടുണ്ട്. കുളിച്ചതാണല്ലോ രാവിലത്തിന്. അപ്പോൾ ചുരിദാറൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഈ ഡ്രസ്സ് നല്ല രസമുണ്ട്. എനിക്ക് എന്താ വെച്ചാൽ ഇത് മെയിനായിട്ട് ഇഷ്ടമായത് ഇതിൻ്റെ കളറാണ്. കളർ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, ഒരു നല്ല അടിപൊളി റെഡ് കളറാണ്. പിന്നെ അതിന്മേലെ ഗോൾഡ് വർക്ക്സും അടിപൊളിയാണ്. ഞാൻ എൻ്റെ അമ്മയോട് പറയും ഈ ഡ്രസ്സ് ഞങ്ങളിൽ നിന്ന് അടിച്ചു മാറ്റിട്ടോ എന്ന് പറയും. പിന്നെ ചെറിയൊരു നീളത്തിനൊക്കെ പ്രശ്നമുണ്ട്. അങ്ങനത്തെ കൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. പക്ഷെ ഇതിൻ്റെ ഷോളൊക്കെ അടിപൊളിയാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരുങ്ങാണ്. നമുക്ക് ട്യൂഷന് പോകാനുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഈ ചുരിദാർ ഇട്ടൊന്നും ട്യൂഷനക്ക് പോവില്ല. എനിക്കൊക്കെ ഭയങ്കര മടിയുള്ള കാര്യമാണ്. സോ നമ്മൾ എന്തായിട്ടും ജസ്റ്റ് നമ്മൾ പൊതുവായിട്ടുള്ള പാർട്ടി മേക്കപ്പ് അല്ലാതെ ജസ്റ്റ് ഒന്ന് കണ്ണൊക്കെ എഴുതി മേക്കപ്പ് ഇട്ടിട്ട് അതിൻ്റെ മേലെ പർദ്ദിട്ടിട്ട് ഷോളൊന്ന് മാറ്റുക, എന്നിട്ട് സ്കൂളിൽ പോവാം. അപ്പോൾ അതാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം വെച്ചാൽ ഒരു പ്രാവശ്യം തന്നെ ഞാൻ ചുരിദാർ ഇട്ട് പോയിട്ട് കിളി പോയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളോട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ എന്തായിട്ട് അങ്ങനെ ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട്. കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ ഒരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ കണ്ണാടൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. എന്നാൽ വെറുതെ ഒരുമാതിരി കോലുണ്ട്. അപ്പോൾ അതങ്ങനെ നമ്മൾ റെഡി ആയിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. എനിക്ക് തോന്നുന്നു എനിക്ക് റെഡിനേക്കാൾ നല്ല ഭംഗി ബ്ലാക്ക് ആണെന്ന്. ഞാൻ ഇതിൻ്റെ മേലെ ബ്ലാക്ക് ഷോൾ ഇട്ടപ്പോൾ വേറൊരു തരം ഭംഗിയുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മേലെ എന്തിട്ട് കൊടുക്കുകയാണ്, പർദ്ദിട്ട് കൊടുക്കുകയാണ്. കാണിച്ചാൽ എനിക്ക് ഭയങ്കര ചമ്മലുള്ള കാര്യമാണ്. ഒന്നാമത് ഈ റെഡ് കളറൊക്കെയാണ്. അപ്പോൾ ഞാൻ അവിടെ പോയി ചിലപ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ ചോദിക്കൽ ഇന്നേക്കാരം. കാരണം നമ്മളങ്ങനെ ഉദിച്ച് കാണിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ എടുത്തതിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ എന്നോടായിരിക്കും ആദ്യം ചോദിക്കുക. അതുകൊണ്ട് ഞാൻ ഏതായാലും അത് ഇട്ട് പോകണില്ല. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് കളർ ഇട്ടുവാണ്. എൻ്റെ ഫ്രണ്ട്സ് വരാമെന്ന് പറഞ്ഞു. ഇനി സ്കൂളത്തെ ഫ്രണ്ട്സാണ്, എൻ്റെ ക്ലാസ്സിലെ ഫ്രണ്ട്സ് അല്ല. ക്ലാസ്സിലെ ഫ്രണ്ട്സ് ഞാൻ വിളിച്ചു, ബട്ട് ഓലൊക്കെ കുറേ വിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ എല്ലാവരും കൂടി വരാൻ കഴിയൂല. സോ എനിക്കുള്ള കുറച്ച് ട്യൂഷനിലൊക്കെ ഉള്ള ഫ്രണ്ട്സ് ഉണ്ട്, ഓല് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് പാർട്ടി ലെവലൊന്നുമല്ല, വെറുതെ ഇങ്ങനെ
വെറുതെ ഇങ്ങനെ ഒരു പേരും പറഞ്ഞ് എൻ്റെ വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഒരു ചെറിയ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക, അങ്ങനത്തെ ഒരു അർത്ഥത്തിലാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കുകയാണ്. എനിക്ക് നേരമൊന്നും ഇല്ല, ഒക്കെ വേഗം ഇതെന്താണ് ഫുഡ് എന്താ ചോദിച്ചാൽ കോഴിക്കറിയും അതേപോലെ തന്നെ ഇത് കുബൂസാണ്. മറ്റേ ഈ ഒരു ഇതിനെന്താ പറയുക അറിയില്ല, സാധാ കുബൂസല്ല. അങ്ങനെ പിന്നെ ട്യൂഷന് പോയി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇവർ 3 ആൾക്കാരാണ് വന്നിട്ടുള്ളത്. കുറച്ച് ആൾക്കാരും കൂടി ഞാൻ വിളിച്ചിനി, പക്ഷേ ഇവർക്ക് വരാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ ഇവർക്ക് വെള്ളമൊക്കെ കൊടുക്കുകയാണ്. ഇവർ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമായിരിക്കും ഈ ഫ്രണ്ട്സ് തമ്മിൽ കൂടിയുള്ള വീഡിയോസൊക്കെ ബോറായിരിക്കും. എന്താ വെച്ചാൽ ബോറല്ല, ഒരു വൈബ് കൂടുതലായിരിക്കും. അപ്പോൾ അതൊന്നും എനിക്ക് യൂട്യൂബിൽ വിടാൻ പറ്റില്ല. ഒന്നേൽ ഞാൻ കൊളാവും, അല്ലെങ്കിൽ ഓല് കൊളാവും. അപ്പോൾ പിന്നെ എങ്ങനെയായാലും അപ്ലോഡ് ചെയ്യാനില്ല. ഓല് കൊളായാൽ ഇന്നെ തൂക്കിയറിയാം. എന്നാൽ തന്നെ ഈ വീഡിയോസ് ഇട്ടുകൊണ്ട് എന്താണെന്ന് അറിയില്ല. ഒന്നേൽ ഓൽക്കും എനിക്കും ആരെങ്കിലുമൊക്കെ ഒന്നിൽ കൊളാവും. അപ്പോൾ പിന്നെ ഏതായാലും നമുക്ക് ഇങ്ങനെ വീഡിയോസിലൊന്നും ആഡ് ചെയ്യാനില്ല. അതുകൊണ്ട് ക്ലിപ്സൊക്കെ കുറവാണ്. സത്യം പറഞ്ഞാൽ ക്യാമറയിൽ ഇഷ്ടം പോലെ ക്ലിപ്സ് ഉണ്ട്, പക്ഷേ വീഡിയോയിലേക്ക് എനിക്കെല്ലാം ആഡ് ചെയ്യാൻ കഴിയൂല. അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും കൂടിയും ഒന്ന് ഒരുങ്ങുകയാണ്. അപ്പോൾ ഞാനൊന്ന് ഒരുങ്ങുന്നുണ്ട്. ലിയക്ക് വലിയ മുട്ടായും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൊടുക്കുകയാണ്. പിന്നെ നമ്മളെ മെയിൻ പരിപാടി ലിയ കൊച്ചു ടി വി അല്ല, കാർട്ടൂൺ കാണുക ഇനി വന്നപ്പോൾ. അപ്പോൾ അതിരുന്ന് കാണുകയാണ് ഞങ്ങൾ. പിന്നെ കുറച്ച് വീഡിയോ പാട്ടൊക്കെ ഇട്ട് വെറുതെ ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കണവരെ ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യേണ്ട. അപ്പോൾ പാട്ടൊക്കെ ഇട്ട് മറ്റേ ഇതിൻ്റെ ശരിക്കുള്ള പ്രൊണൗൺസിയേഷൻ എന്താണെന്ന് നമുക്കറിയില്ല, പക്ഷേ എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടം. പാട്ടല്ല, ഇതൊരു മ്യൂസിക്കാണ്, അടിപൊളിയാണ്, നമുക്ക് ഡാൻസൊക്കെ കളിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ പിന്നെ വരാത്ത ഫ്രണ്ടിനെ വീഡിയോ കോൾ വിളിച്ച്, പക്ഷേ ഓക്ക് ട്യൂഷൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ വെറുതെ മൊയായി. അങ്ങനെ ഇതാ പിന്നെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ഉമ്മച്ചി ഉണ്ടാക്കിയ മന്തിയാണ്. അപ്പം അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കൊണ്ടുവന്ന് വെക്കുകയാണ്. പൊതുവെ എൻ്റെ ബർത്ത്ഡേക്കൊന്നും അങ്ങനെ സ്കൂളൊന്നും ഉണ്ടാവില്ല. എല്ലാവർക്കും അറിയായിരിക്കും, ഈ ഏപ്രിൽ മെയിൽ ബർത്ത്ഡേ ഉള്ളവർക്കൊക്കെ മനസ്സിലാവും. എൻ്റെ ബർത്ത്ഡേക്കിൻ്റെ അന്ന് സ്കൂൾ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, മദ്രസും ഉണ്ടാവില്ല പൊതുവെ. അപ്പോൾ എനിക്ക് വലിയ സങ്കടമാണ്. എനിക്ക് മുട്ടായി കൊടുക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞാണ്. ഞാൻ ചെറുപ്പത്തിൽ ചിലപ്പോൾ കരയുമായിരുന്നു. എൻ്റെ ബർത്ത്ഡേക്ക് മാത്രം എനിക്ക് ആർക്കും മുട്ടായി കൊടുക്കാനില്ല എന്ന് പറഞ്ഞാണ്ട്. ഞാൻ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂൾ പൂട്ടാൻ നേരത്ത് ഞാൻ മിഠായിക്കും എല്ലാവർക്കും വാങ്ങി കൊടുക്കും, എനിക്കൊരു സന്തോഷത്തിന്. അപ്പോൾ ഇപ്രാവശ്യത്തിന് എനിക്ക് അങ്ങനത്തെ ഒരു ഭാഗ്യമാണ്. കാരണം വെച്ചാൽ ട്യൂഷൻ ഉള്ളതുകൊണ്ട് എനിക്ക് കൊടുക്കാനും, പക്ഷെ ഇപ്രാവശ്യം എനിക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയല്ലേ. ഇനി ഞാനിങ്ങനെ എല്ലാവർക്കും കോൽമുട്ടയൊക്കെ വാങ്ങി കൊടുത്തു, അങ്ങനെ കുറച്ച് കോമഡി രീതിയിൽ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുകയാണ്. മദ്രസ ഉണ്ടായിരുന്നു. അപ്പോൾ മദ്രസയ്ക്കായിട്ട് ഞാൻ മുട്ടായി കൊണ്ടുപോകാൻ മറന്നു ചെയ്ത് സ്കൂളിൽ ഞാൻ എല്ലാവർക്കും കോൽമുട്ടായി സ്കൂളിൽ മീൻസ് ട്യൂഷനിൽ എല്ലാവർക്കും ഞാൻ കോൽമുട്ടായി വാങ്ങിക്കൊടുത്തു. അപ്പം ഇപ്രാവശ്യം എൻ്റെ ബർത്ത്ഡേൻ്റെ അന്ന് സ്കൂളും മദ്രസൊക്കെ, സ്കൂളല്ല ട്യൂഷനും മദ്രസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിക്കുകയാണ്. മന്തിയും ഇതൊക്കെ കാലിയാക്കുകയാണ്. ഇവർ 3 ആളും ഒരു ക്ലാസ്സിലാണ്, ഞാൻ മാത്രമേ ഉള്ളൂ വേറെ ക്ലാസ്സിൽ. പക്ഷെ ഞങ്ങൾ നല്ല കമ്പനിയാണ്. എങ്ങനെയാണ് കമ്പനിയായി ചോദിച്ചാൽ അങ്ങനെ പരിചയപ്പെട്ടു. ഞങ്ങൾ പോരിൽ ഒരേ വണ്ടിയിലൊക്കെ ഇനി. അപ്പം അങ്ങനെ ഒരാളെ ഫ്രണ്ടിനെ പരിചയപ്പെട്ട്, പിന്നെ അടുത്ത ഫ്രണ്ടിനെ പരിചയപ്പെട്ട്, അങ്ങനെ പരിചയപ്പെട്ട്. അടുത്തത് ഇതാണ് കേക്കാണ്. അപ്പോൾ നമ്മളെന്താട്ടെ സർപ്രൈസ് എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ എടുക്കാൻ പോവാണ്. അങ്ങനെ അതിന് വേണ്ടി കേക്കൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നഫ്ലയാണ്. ഞങ്ങളെല്ലാവരും കൂടി വീഡിയോ എടുക്കാൻ പോവാണ്. ഓവർ ആക്ടിങ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ഇപ്പം തന്നെ വീഡിയോസിൻ്റെ ഏകദേശം കിടപ്പ് എന്താ മനസ്സിലായിട്ടുണ്ടാവും. ഒന്നാകെ ഓവർ ആക്ടിങ് ആയിരുന്നു. ലാസ്റ്റ് എടുത്ത വീഡിയോ ഇതാണ്. ഇത് കുഴപ്പമില്ല, വലിയ ഒരു ഇത് വരുന്നില്ല, കുറച്ചൊക്കെ ഒരു നാച്ചുറൽ എന്നാലും ഇല്ല. അങ്ങനെ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ കൊലായി നിന്നാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു ബർത്ത്ഡേ പാർട്ടി എന്നൊക്കെ പറയുമ്പോൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റാക്കി ഒരു മേശൊക്കെ വെച്ച് അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഞങ്ങളുടെ അങ്ങനെ ഒന്നല്ല. ഞങ്ങൾ ഭയങ്കര എന്താ പറയുക, പ്രകൃതി സ്നേഹമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് കുറച്ച് ചെടികളെ ഇടയിലൊക്കെ വെച്ചിട്ടാണ് കേക്കൊക്കെ കട്ട് ചെയ്യണത്. ഇനി നിങ്ങൾ കാണാണ് നമ്മളെ കേക്ക് കട്ടിങ് ആണ്. വലിയ സംഭവമൊന്നുമില്ല, ചെറിയൊരു കേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാണ്. ഈ ഒരു കേക്കും എൻ്റെ ചുരിദാറൊക്കെ ആയിട്ട് ഒരു സിമിലാരിറ്റി ഒക്കെ ഉണ്ടല്ലേ, അങ്ങനെ നമ്മൾ കേക്ക് കട്ട് ചെയ്യാണ്. ഗൈസ് എല്ലാവരും ഊമ്പി പറ്റിക്കുക എന്ന് പറയുന്നത് എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ അങ്ങനത്തിലൊക്കെ ഭയങ്കര എക്സ്പേർട്ടാണ്. വെറുപ്പിക്കുക പറ്റിക്കുക എന്നുള്ളതിലൊക്കെ ഞാൻ അടിപൊളിയാണ്. അങ്ങനെ ഇതാ ഞങ്ങൾ പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിക്കുകയാണ്. അപ്പോൾ ലിയക്ക് ഇതാ ഒരു പീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ലിയ എന്താ അതിക്കൊന്ന് ഇടപെടാത്തതെന്ന്. ലിയക്ക് ഇപ്പം എൻ്റെ ഫോൺ കഴിക്കാൻ കിട്ടിയതുകൊണ്ട് പിന്നെ ഒന്നും അറിയണ്ട, ഒക്കെ തിന്നാനുള്ളത് അവിടെ എത്തിച്ചു കൊടുത്താൽ മതി. ചിലപ്പോൾ ആ ഫോൺമേലായിട്ട് ഇരുന്നോളൂ. അപ്പോൾ ഇവൾക്ക് പോവാൻ നേരെ അതെന്ന് വെച്ചാൽ ഓൾക്ക് പോകാനുള്ള നേരമായി, കൂടുതൽ ടൈം കിട്ടിയില്ല. നമ്മൾ ഫുഡ് കഴിച്ച് ഉടനെ തന്നെ കേക്ക് മുറിച്ചു. അതുകൊണ്ട് നമുക്ക് ഈ കേക്കൊക്കെ ധാരാളം തന്നെ ആയിരുന്നു. കാരണം വെച്ചാൽ ചെറിയൊരു മധുരം എന്നുള്ള ലെവലിൽ
എന്താ വെച്ചാൽ ഇവർക്ക് നേരമില്ല ഓരോരുത്തർക്കും ഉമ്മൻ്റെ വീട്ടിലേക്കും അങ്ങനെയൊക്കെ പോകാനുണ്ട്. സോ നമുക്ക് കൂടുതൽ എന്താ പറയുക ഒരു അടിച്ചു പൊളിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാനൊക്കെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയ അന്നത്തെ ഒരു വീഡിയോ ഉണ്ട്, അതൊക്കെ ഫുൾ അടിച്ചു പൊളിച്ച്. ഇനി കാണിച്ചാൽ നമുക്ക് കൂടുതൽ ടൈമൊക്കെ ഉണ്ട്, ഇതങ്ങനെ ടൈമൊന്നുമില്ല. നമ്മൾ ഉള്ളതുകൊണ്ട് ഓണം പോലെ എല്ലാവരും കൂടി മെയിനായിട്ട് 2-3 ഫോട്ടോസ് എടുത്തു. ഞങ്ങൾ എല്ലാവരും കൂടിയുള്ള ഫോട്ടോസൊക്കെ രസമുണ്ട്, പക്ഷേ ഞാൻ ഒറ്റയ്ക്കുള്ള ഫോട്ടോ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ല. അങ്ങനെ അതൊക്കെ എടുത്ത് പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഇൻസ്റ്റാഗ്രാമൊക്കെ ഒരു പോസ്റ്റൊക്കെ ഇട്ട് പിന്നെ വലിയ പോവാണ്. അപ്പോൾ വലിയ ബാഗും സാധനങ്ങളൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഏകദേശം ഇത്ര തന്നെ ഉള്ളൂ. വലിയ പോയിന്റ് വെച്ച് ഞാൻ വീഡിയോ എടുത്തില്ല, എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ഞാൻ മറന്നുപോയതാണ്. പിന്നെ എനിക്ക് എൻ്റെ ഒരു ബർത്ത്ഡേൻ്റെ ഒരു ഫീൽ ഇല്ലേ, ഇനി ഓല് പോയതോടുകൂടി ഒരു എന്താ പറയുക പെരയുന്ന ഒരു സൗണ്ട് കണ്ട് പോയപ്പോൾ ഒരു എന്തോ മാതിരി. നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാലും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോയിൽ എന്തൊക്കെയൊക്കെ പോരായ്മകളുണ്ട്, അപ്പോൾ എന്താണെന്ന് നമുക്ക് പറയാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ബൈ.